ഓക്കെ, നമ്മൾ +2 അക്കൗണ്ടൻസിയിലെ ചാപ്റ്റർ വൈസുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. 2019 മുതൽ 2024 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ എന്താവുന്നുണ്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ സാധാരണഗതിയിൽ വരുന്ന ക്വസ്റ്റ്യനുകൾ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്ന് നിങ്ങൾ ഇതിൽ പഠിക്കേണ്ട സാധനം ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണ് എന്നുള്ളത് പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു വിപുലപ്പെട്ട രൂപമാണത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ്, ഇത് തയ്യാറാക്കപ്പെടുന്നു ടു ഷോ, കാണിക്കാൻ വേണ്ടിയിട്ട്. ഹൗ ദ പ്രോഫിറ്റ്സ്, എങ്ങനെയാണ് ലാഭങ്ങൾ ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ലാഭം വിഹിതം വെക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന സാധനമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നുള്ള സാധനം. ഓക്കെ, ഇനി ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കുക. ഇതാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോം എന്ന് പറഞ്ഞത്. ഇത് ക്രെഡിറ്റ് ഭാഗം, ഇത് ഡെബിറ്റ് ഭാഗം. ഓക്കെ, ഇനി ഇതിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കോമൺ ആയിട്ട് ഒറ്റ കാര്യം പറഞ്ഞുതരാം. ബിസിനസ്സും അതുപോലെ തന്നെ പാർട്ട്നേഴ്സും തമ്മിൽ എന്തൊക്കെ ഇടപാടുണ്ടോ അതാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരിക. ബിസിനസ്സും പാർട്ട്നേഴ്സും തമ്മിലുള്ള ഇടപാടുകൾ മാത്രമേ എന്താവുള്ളൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ വരുള്ളൂ. അവിടെ ഒരു കാര്യം കൂടി, ഒരു എക്സെപ്ഷൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഡ്രോയിങ്സും വരില്ല, ക്യാപിറ്റലും വരില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലൊക്കെ വരും. പക്ഷേ ഡ്രോയിങ്സും ക്യാപിറ്റലും എന്താവില്ല, വരില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും വരും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം അതിന് എങ്ങനെയാണ് അത് വരിക എന്നുള്ളതും കൂടെ പറഞ്ഞുതരാം. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ലോസ് ആണെങ്കിൽ ഈ ഭാഗത്താണ് വരിക, അത് മനസ്സിലാക്കി വെക്കുക. ഇത് പ്രോഫിറ്റ് ഇവിടെ വരും, ലോസ് ആണെങ്കിൽ എന്താവും ഇവിടെ വരും. ഒന്നാമത്തെ പോയിൻ്റ്. ഇനി അടുത്തത്, ക്യാപിറ്റലിനെ കൂട്ടുന്ന എല്ലാ സാധനങ്ങളും ഈ ഭാഗത്ത്, ക്യാപിറ്റലിനെ കുറക്കുന്ന എല്ലാ സാധനവും ആ ഭാഗത്ത്. അപ്പോൾ കൂട്ടുന്ന സാധനത്തിൽ പെട്ടതാണ് ഒന്നെന്ത്, നമ്മൾ പാർട്ട്നേഴ്സിന് എന്താക്കുന്നുണ്ട്, സാലറി കൊടുക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ വരും. പാർട്ട്നേഴ്സിന് നമ്മൾ കമ്മീഷൻ കൊടുക്കുന്നുണ്ട്, അത് ഇവിടെ വരും. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും റെമ്യൂണറേഷൻസ് കൊടുക്കുന്നുണ്ട്, അതും ഇവിടെ വരും. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിനെ കൂട്ടുന്ന എല്ലാ സാധനവും ഈ ഭാഗത്ത്. എന്നാൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിനെ കുറക്കുന്ന സാധനങ്ങളുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിനെ കുറക്കുന്ന സാധനമാണ്, അത് നമ്മൾ ഈ ഭാഗത്താണ് ഇത്. ഓക്കെ, ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റാണ് എന്ത് വരുന്നത്, നമ്മുടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്നത്. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ കുറിച്ച് നിങ്ങൾ ചെറുതായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. 2 മെത്തേഡിലാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിലൊന്ന് ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്, പിന്നൊന്ന് കറൻ്റാണ്. ഓക്കെ, ഒന്ന് ഫിക്സഡ് ആണ്, പിന്നൊന്ന് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. രണ്ടാമത് ഫ്ലക്ച്വേറ്റിംഗ്. ആണ്. അപ്പോൾ നോക്കുക, ഈ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് അതിന് 2 അക്കൗണ്ട് ഉണ്ടാവും. ഫിക്സഡ് അക്കൗണ്ടും ഉണ്ടാവും, കറണ്ട് അക്കൗണ്ടും ഉണ്ടാവും. ഓക്കെ, ഇതിൽ നമ്മൾ ഫിക്സഡിൽ നമ്മൾ ക്യാപിറ്റൽ പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ മാത്രമേ എന്താവുള്ളൂ നമ്മൾ ഈ ഫിക്സഡ് അക്കൗണ്ടിൽ നമ്മൾ ചേർക്കുള്ളൂ. ക്യാപിറ്റൽ ആൻഡ് അഡീഷണൽ ക്യാപിറ്റൽ. കറണ്ട് അക്കൗണ്ടിലാണ് ബാക്കിയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ എന്താവുകയാണ് രേഖപ്പെടുത്തൽ എവിടെയാണ്, കറണ്ട് അക്കൗണ്ടിലാണ്. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ചത്, അതായത് ഈ ഫിക്സഡ് അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ചതാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞത്. ഇതിൽ ക്യാപിറ്റലും ഇവിടെ തന്നെയാണ് ചേർക്കുക, ബാക്കിയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും മൊത്തം എന്താണ് ഈ ഒരൊറ്റ അക്കൗണ്ടിലേക്കാണ് ചേർക്കുക. ഓക്കെ, ഇനി ഇതിൽ ചേർക്കുന്നതിൻ്റെ രൂപം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. പാർട്ട്നേഴ്സും ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ചേർക്കുക. ആ ചേർക്കുന്ന സമയത്ത് ക്യാപിറ്റലിനെ കൂട്ടുന്ന എല്ലാ സാധനവും ക്രെഡിറ്റ് ഭാഗത്ത്, കുറക്കുന്ന എല്ലാ സാധനവും ഡെബിറ്റ് ഭാഗത്ത്. ഇങ്ങനെയാണ് ഉണ്ടാവുക. നേരത്തെ അപ്രോപ്രിയേഷൻ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. കൂട്ടുന്ന എല്ലാ സാധനവും ക്രെഡിറ്റ് ഭാഗത്ത്, കുറക്കുന്ന എല്ലാ സാധനവും ഡെബിറ്റ് ഭാഗത്ത്. ഓക്കെ, അപ്പോൾ സാലറി കിട്ടുമ്പോൾ ഇവിടെ ഉണ്ടാവുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടി, അത് ഇവിടെ ഉണ്ടാവുക. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് നമ്മൾ കൊടുക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുക. കാരണം ക്യാപിറ്റലിനെ കുറക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട വേറൊരു സാധനം എന്ന് പറഞ്ഞത് നമ്മളെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് കാണാനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാനാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാൻ നമ്മൾ ക്വസ്റ്റ്യൻ്റെ സമയത്ത് എന്താക്കാൻ നമുക്ക് ചെയ്യാം. ആദ്യം നമ്മൾ പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് കാണുമ്പോൾ സാധാരണഗതിയിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്.
അതൊന്നെന്താണെന്ന് വെച്ചാൽ പിന്നെ ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്ത് അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് എവറി മന്ത്, മിഡിൽ ഓഫ് എവറി മന്ത്, ലാസ്റ്റ് എൻഡ് ഓഫ് എവറി മന്ത്. എല്ലാ മാസത്തിനെയും തുടക്കത്തിൽ പിൻവലിച്ചാൽ എത്ര, എല്ലാ മാസത്തിനെയും മധ്യത്തിൽ പിൻവലിച്ചാൽ എത്ര, എല്ലാ മാസത്തിനെയും അവസാനത്തിൽ പിൻവലിച്ചാൽ എത്ര? ഈ ഒരു ചോദ്യം സാധാരണഗതിയിൽ ചോദിക്കുന്നതാണ്. 2-3 മാർക്കിനുണ്ടാവും. അത് നിങ്ങൾ ഈ ഒരു പോയിന്റ് മാത്രം ഇവിടെ പഠിച്ചു വെക്കുക. 6.5, 6, 5.5 0.5ൻ്റെ വ്യത്യാസത്തിലാണ് ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ പിന്നെ രൂപം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ടോട്ടൽ എമൗണ്ട് ഇൻറ്റു ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യനിലുണ്ടാവും, പ്രശ്നമില്ല. പിന്നെ തുടക്കത്തിലാണെങ്കിൽ നമ്മൾ 6.5/12, ഈ 12 മാസമാണ് കേട്ടോ. ഇനി മിഡിലാണെങ്കിലോ 6/12, എൻഡാണെങ്കിലോ 5.5/12, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, കണക്ക് നമ്മൾ വിശാലമായിട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ പഠിച്ചു വെക്കേണ്ടത്. പിന്നെ സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും അതുപോലെ തന്നെ നമ്മുടെ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് മെത്തേഡ്, ഈ രണ്ട് മെത്തേഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതല്ലെങ്കിൽ ഡിഫറൻസ് എന്താണെന്നുള്ളത് അതെന്താക്കുക, ഇതവിടെ ഒന്ന് പഠിച്ചു വെക്കുക. അതിലൊന്നാമത് പറയുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട് തുറക്കുന്നു. അത് നമ്മളിവിടെ കാണിച്ചു തന്നല്ലേ, 2 അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. 2 അക്കൗണ്ട് ഉണ്ടാവും, ഒന്ന് ഫിക്സഡും ഒന്ന് പിന്നെ കറൻറ്റും. അതേസമയം ഫ്ലക്ച്വേറ്റിംഗിൽ എന്ത് മാത്രമേ ഉള്ളൂ, ഓൺലി 1 അക്കൗണ്ട്, ഒരു അക്കൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്തത് യൂഷ്വലി ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിമെയിൻസ് ദ സെയിം ഇയർ ആഫ്റ്റർ ഇയർ. അതായത് ഫിക്സഡിൽ ക്യാപിറ്റലിനാണല്ലോ, അപ്പോൾ അധിക സമയത്തും അത് ഒരേ എമൗണ്ടാണ്, അതിൻ്റെ ബാലൻസ് ഒരേ മാതിരി ഉണ്ടാകുക. അതേസമയം ഫ്ലക്ച്വേറ്റിംഗിൽ എന്താവും, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കാരണം എന്താ, ഫ്ലക്ച്വേറ്റിംഗിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും വരുന്നതല്ലേ. പിന്നെ മൂന്നാമത് പറഞ്ഞത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം നമ്മൾ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലാണ് ചെയ്യുക. അതേസമയം ഫ്ലക്ച്വേറ്റിംഗിൽ എന്തില്ല, സെപ്പറേറ്റ് ഇല്ല, എല്ലാം നമ്മൾ ഒരൊറ്റ അക്കൗണ്ടിലാണ് എന്താവുന്നത് ചെയ്യുന്നത്. നാലാമത്തെ വ്യത്യാസം, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണെങ്കിൽ നമ്മൾ 2 ബാലൻസ് ഉണ്ടാവും ബാലൻസ് ഷീറ്റിൽ എഴുതാണ്ടാവും. ഫിക്സഡിൻ്റെ ഉണ്ടാവും, കറണ്ടിൻ്റെ ഉണ്ടാവും. അതേസമയം ഫ്ലക്ച്വേറ്റിങ്ങിൻ്റെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് പാർട്ണർഷിപ്പ് ഡീഡിൽ അത് പ്രത്യേകം പരാമർശിക്കണം. ഫ്ലക്ച്വേറ്റിംഗ് ആണ് എന്താക്കേണ്ടത്, പരാമർശിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെന്താക്കുക, അവിടെ ഒന്ന് പഠിച്ചു വെക്കുക, എപ്പോഴും നമുക്ക് ആവശ്യം വരുന്ന സാധനമാണ്. ഓക്കെ, ഇനി നമ്മളെന്താവുകയാണ്, കണക്ക് ചെയ്യാണ്. പിന്നെ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട വേറൊരു സംഭവമുണ്ട്. അതായത് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഒന്നത്. വേറൊന്ന് പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ കണ്ടൻറ്റുകൾ എന്തൊക്കെയാണ്? അപ്പോൾ പാർട്ണർഷിപ്പിൻ്റെ ഡീഡിൻ്റെ കണ്ടൻറ്റുകൾ എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് ദ ഫേമിൻ്റെ പേരെന്താണ്. ഇനിത് നമ്മൾ ക്വസ്റ്റിൻ്റെ സമയത്ത് ജസ്റ്റ് ഇനി പറയൂല കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു വെക്കുന്നത്. നെയിം ഓഫ് ദ ഫേമിൻ്റെ പേരെന്താണ്. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പാർട്ണേഴ്സിൻ്റെ പിന്നെ നെയിമിൻ്റെയും അഡ്രസ്സ്, പേരും അഡ്രസ്സും അതെന്താണ്. ഓക്കെ, പിന്നെ നാച്ചർ ഓഫ് ദ ബിസിനസ്സിൻ്റെ സ്വഭാവം എന്താണ്. ഏരിയ ഓഫ് ബിസിനസ്സിൻ്റെ ഏരിയ ഏതാണ്. ഓക്കെ, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ഷെയർ എത്രയാണ്. ഓക്കെ, ഇനി പിന്നെ ഡ്യൂറേഷൻ പിന്നെ ഉണ്ടെങ്കിൽ ഡ്യൂറേഷൻ എത്രയാണ്. ഈ സാധനങ്ങളൊക്കെയാണ് അതിലെന്താവേണ്ടത്, ഉണ്ടാവേണ്ടത്. ഇനി സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വേണം, കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വേണം, അങ്ങനെ വല്ല റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്താക്കണം, അതിൽ വേണം. അപ്പോൾ ഇതാണ് കണ്ടൻറ്റ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി വേറൊരു സാധനം, പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല. പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് എത്ര ആയിരിക്കും, ഈക്വലി ആയിരിക്കും. പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ എന്തായിരിക്കും, ഈക്വലി ആയിരിക്കും. പിന്നെ അതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാർട്ണർഷിപ്പ് ഡീഡിൽ ഒന്നിനെക്കുറിച്ചും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് എത്ര പറഞ്ഞിട്ടില്ല, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര പറഞ്ഞിട്ടില്ല, ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. സാലറി പറഞ്ഞിട്ടില്ലെങ്കിൽ അതുണ്ടാവില്ല, കമ്മീഷൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അതുണ്ടാവില്ല, അതൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവിടെ ഉണ്ടാകുന്നൊരു സാധനമുണ്ട്. അതെന്താണെന്നറിയോ, ഇൻട്രസ്റ്റ് ഓൺ പാർട്ണേഴ്സ് ലോൺ. ഇൻട്രസ്റ്റ് ഓൺ പാർട്ണേഴ്സിൻ്റെ ലോണ് അത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ഉണ്ടാവും. പറഞ്ഞാൽ എത്രയാണോ അത്ര ശതമാനം ഉണ്ടാവും, പറഞ്ഞിട്ടില്ലെങ്കിൽ 6% ഉണ്ടാവും. ഓക്കെ, പിന്നെ പ്രോഫിറ്റ് ഓർ ലോസ് എത്ര ആയിരിക്കും, അത് ഈക്വലി ആയിരിക്കും. ഈ 2 സാധനം നിർബന്ധമായിട്ട് എന്താക്കുക, പഠിച്ചു വെക്കുക. ഇനി നമ്മൾ എന്താക്കുകയാണ്, ഇത് ഡിസ്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഐഡൻറ്റിഫൈ ദ നെയിം ഓഫ് അക്കൗണ്ട് വിച്ച് ഈസ് പ്രിപ്പയർ ടു ഷോ ഹൗ ദ പ്രോഫിറ്റ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് പാർട്ണേഴ്സിൻ്റെ ഇടയിലുള്ള പ്രോഫിറ്റ് വിഹിതം വെക്കുന്നതിനെ കാണിക്കുന്ന അക്കൗണ്ടിൻ്റെ പേരെന്താണ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, അടുത്തത് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എവിടെയാണ് എന്താവുക, രേഖപ്പെടുത്തുക, അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പോൾ നോക്കുക, ഈ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വരച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫിക്സഡിൽ 2 അക്കൗണ്ട് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ഇത് കറണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇവിടെ വന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ,
നമ്മളെന്താക്കി ബിസിനസ്സിൽ കൊണ്ടുവിട്ട ക്യാപിറ്റൽ എന്തായി നമ്മൾ പൈസ തിരിച്ചെടുത്ത്. അപ്പോൾ ആ തിരിച്ചെടുത്ത പൈസയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റാണ്. അങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വെച്ചില്ലെങ്കിൽ നമ്മളെന്താവുന്നു പൈസ അങ്ങനെ പിൻവലിച്ചുകൊണ്ട് പോകും, എപ്പോഴും ഇങ്ങനെ പിൻവലിക്കും. അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ സാധനം വെക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എവിടെയാണ് അടയാളപ്പെടുത്തുക എന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി, ഇത് നമ്മൾ ക്യാപിറ്റലിന് കൂട്ടുന്ന സാധനമാണോ കുറക്കുന്ന സാധനമാണോ? ഈ ഒരു മെത്തേഡിൽ, അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഇവിടെ നമ്മൾ എന്ത് മാത്രമേ രേഖപ്പെടുത്തുള്ളൂ? ക്യാപിറ്റൽ മാത്രമേ അവിടെ രേഖപ്പെടുത്തുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള എല്ലാ സാധനവും നമ്മൾ ഇവിടെയാണ് രേഖപ്പെടുത്തുക. ഇവിടെ എവിടെയാണ്? ഡെബിറ്റ് ഭാഗത്താണോ ക്രെഡിറ്റ് ഭാഗത്താണോ എന്ന ചോദ്യം. അപ്പോൾ നമ്മൾ ഇത് DR, ഇത് CR. ക്രെഡിറ്റ് ഭാഗത്താണോ ഡെബിറ്റ് ഭാഗത്താണോ എന്നാണ് നമ്മുടെ ചോദ്യം വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇതാ, ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? കൂട്ടുന്ന എല്ലാ സാധനവും ഇവിടെ, കുറക്കുന്ന എല്ലാ സാധനം ഇവിടെ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ കുറക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ എവിടെ രേഖപ്പെടുത്തുക? ക്രെഡിറ്റഡ് ടു കറണ്ട് അക്കൗണ്ട്. ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക, ക്രെഡിറ്റഡ് ടു. ഇവിടെ 2 ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 2 ക്യാപിറ്റൽ അക്കൗണ്ട് തെറ്റാണ്. കാരണം ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞത്, അതിലല്ല നമ്മൾ എന്താക്കുന്നത് രേഖപ്പെടുത്തുന്നത്. പിന്നെ കറണ്ട് അക്കൗണ്ടിലാണ്. ഓക്കെ, അടിയത്തെ ഈ കറണ്ട് അക്കൗണ്ടിലാണ് നമ്മൾ എന്താവുന്നത് രേഖപ്പെടുത്തുന്നത്. ഈ കറണ്ട് അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ഭാഗത്താണോ ഡെബിറ്റ് ഭാഗത്താണോ? ഈ ഭാഗത്താണെങ്കിൽ ഡെബിറ്റ് ഭാഗത്താണ്, ഈ ഭാഗത്താണ് ക്രെഡിറ്റ് ഭാഗത്താണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ കുറക്കുന്ന സാധനമാണ്, നമ്മളെ ക്യാപിറ്റലിനെ കുറക്കുന്ന സാധനമാണ്. അതുകൊണ്ട് അത് ഡെബിറ്റ് ഭാഗത്താണ് ചെയ്യുക. അപ്പോൾ ഉത്തരം എന്താണ്? ഡെബിറ്റഡ് ടു കറണ്ട് അക്കൗണ്ട്. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം, പാർട്ണർഷിപ്പ് 28,000 രൂപ നഷ്ടം വന്നു. അങ്ങനെയാണെങ്കിൽ താഴെ ഒരു 4 സാധനം പറഞ്ഞിട്ടുണ്ട്. ഈ 4 സാധനത്തിൽ ഏതാണ് പാർട്ണർക്ക് കിട്ടുന്നത്? ഒരു കാര്യം മനസ്സിലാക്കുക, കമ്പനി നഷ്ടത്തിലാണെങ്കിൽ പാർട്ണേഴ്സിന് സാലറി ഉണ്ടാവില്ല, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടാവില്ല, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഒരു സാധനം ഉണ്ടാവില്ല. ഒറ്റ സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. അതെന്താണെന്നറിയോ? പാർട്ണേഴ്സിൻ്റെ ലോൺ ഇൻട്രസ്റ്റ്. ഓക്കെ, അത് നല്ല പഠിച്ചു വെക്കാം. അടുത്തത്, റിട്ടേൺ അഗ്രിമെൻറ്റിന് എന്താണ് നമ്മൾ പറയാൻ? എഴുതപ്പെട്ട രേഖയ്ക്ക്, പാർട്ണേഴ്സുകൾ തമ്മിൽ എഴുതപ്പെട്ട രേഖയ്ക്ക് നമ്മൾ പറയുന്ന പേരാണത് പാർട്ണർഷിപ്പ് ഡീഡ്. അടുത്തത്, അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇതാണ് ഫിക്സഡ് മെത്തേഡ്. ഇതിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അപ്പോൾ ക്യാപിറ്റലിന് കൂട്ടുന്ന സാധനമാണ്. അപ്പോൾ അത് ഏത് ഭാഗത്താണ് ഉണ്ടാവുക നോക്കുക. ഓക്കെ, ഞാൻ പറയുന്നില്ല, നിങ്ങൾ എന്താക്കിയാൽ മതി, വെച്ച് നോക്കിയാൽ മതി. അടുത്ത നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ് ടു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റഡ് ടു എടുക്കുക കറണ്ട് അക്കൗണ്ട്. ഇവിടെ ഉത്തരം വരുന്നത് എന്താണ്? കറണ്ട് അക്കൗണ്ടാണ് കേട്ടോ, പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട്. അടുത്ത, അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ് ആർ ട്രാൻസ്ഫേർഡ്. ഇവിടെ നമ്മൾ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ക്യാപിറ്റൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമ്മൾ എവിടെയാണ് കൊടുക്കുക? കറണ്ട് അക്കൗണ്ടിലാണ് കൊടുക്കുക. ചോദ്യം കറക്റ്റ് മനസ്സിലാക്കണം കേട്ടോ. കറണ്ട് അക്കൗണ്ട്. അടുത്ത ചോദ്യം, അരുൺ ബാബു ആർ പാർട്ണർമാരാണ്. 3:2. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളോട് ഒരാൾ പറഞ്ഞോ, ഈ എൻ്റെ ബിസിനസ്സിൽ ചേർന്നോ, എനിക്ക് 10,000 ഞാൻ എന്തായാലും മിനിമം എല്ലാ മാസവും ലാഭം എനിക്ക് ഞാൻ 10,000 തരാമെന്ന് പറഞ്ഞു. ഓക്കെ, റേഷ്യോ അനുസരിച്ച് എനിക്ക് പിറ്റത്തെ മാസം എത്രയേ ഉള്ളൂ? 8,000 ഉള്ളൂ എന്ന് വിചാരിക്കുക. പക്ഷേ 10,000 എനിക്ക് മിനിമം തരാമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് എനിക്ക് 10,000 തന്നെ കിട്ടും. എന്നാൽ എന്തായി? പിറ്റത്തെ മാസം ഗംഭീര ലാഭമായി. റേഷ്യോ അനുസരിച്ച് എനിക്ക് 15,000 കിട്ടും. എന്നോട് പറഞ്ഞ മിനിമം 10,000 എന്നാണ്. അപ്പോൾ എനിക്ക് എത്ര കിട്ടുക? 15,000 കിട്ടുക. അതായത് 10,000 എന്താവില്ല, കുറയൂല എന്നർത്ഥം. കൂടുതലാണെങ്കിൽ അത്ര എമൗണ്ട് കിട്ടും, പക്ഷേ എത്ര കുറഞ്ഞാൽ ഈ 10,000 നമുക്ക് എന്തായിരിക്കും? ഗ്യാരണ്ടി ആയിരിക്കും. ഈ 2 ചോദ്യമാണ് ഇവിടെ വരുന്നത്. നോക്കിക്കോ, അരുണും ബാബുവും 3:2. ചന്തുവിന് എന്താക്കാണ്? ബിസിനസ്സിലേക്ക് പോലെ ആഡ് ചെയ്തു. ചന്തുവിൻ്റെ ഷെയർ എത്രയാണ്? 1/6 അപ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ട് 15,000 എനിക്ക് മിനിമം നമ്മളെന്താവും പ്രോഫിറ്റ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വർഷത്തെ ലാഭം എന്ന് പറയുന്നത് 60,000 അപ്പം 60,000 ആണെങ്കിൽ ചന്ദ്രുവിന് എത്ര കിട്ടുക? 60,000 ഇൻറ്റു 1/6. ഇതോൻ്റെ ഷെയർ അല്ലേ, 1/6. ആ കണക്കിന് നോക്കുകയാണെങ്കിൽ ചന്തുവിന് എത്രയാണ് കിട്ടുക? 10,000 കിട്ടുക. പക്ഷേ അവനോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? 15,000 മിനിമം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചന്ദ്രുവിന് എത്ര കിട്ടുക എന്ന ചോദ്യം 15,000. അടുത്ത ചോദ്യം അങ്ങനെ തന്നെയാണ്. നോക്കാം, എയും ബിയും പാർട്ണർമാരാണ്. 2:1 ആണ്. അങ്ങനെ സീനെ അവരെന്താക്കാണ്? ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. 1/4 അവരുടെ ഷെയർ വരുന്നത്. അവനോട് പറഞ്ഞ് 10,000 എനിക്ക് മിനിമം തരും എന്ന് പറഞ്ഞു. ആ വർഷത്തെ ലാഭം എന്ന് പറയുന്നത് 30,000. അപ്പോൾ നോക്കുക, 30,000 ഇൻറ്റു 1/4. ഓക്കെ, 30,000 4 ഭാഗമാക്കി കഴിഞ്ഞാൽ 7,500 ഉണ്ടാവുക. അപ്പോൾ 7,500 രൂപയാണ് അവന് കണക്കനുസരിച്ച് കിട്ടേണ്ടത്. പക്ഷേ അവനോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? 10,000 മിനിമം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവന് ഇവിടെ എത്രയാണ് കിട്ടുക? 10,000 കിട്ടുക. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ചോദ്യം, പാർട്ണേഴ്സ് ആർ എൻറ്റൈറ്റിൽ ടു ഗെറ്റ് ഡാഷ് ഇൻ ദ ആബ്സെൻസ് ഓഫ് അഗ്രിമെൻറ്റ്. അഗ്രിമെൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പാർട്ണേഴ്സിന് താഴെ പറയുന്നതിൽ ഏതോ ഒരു സാധനം കിട്ടുന്നുണ്ട്. സാലറി കിട്ടുമോ? അഗ്രിമെൻറ്റിൽ ഇല്ലെങ്കിൽ സാലറി കിട്ടൂല. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ദ പ്രോഫിറ്റ് കിട്ടും, പക്ഷേ ക്യാപിറ്റൽ റേഷ്യോയിൽ എന്താവില്ല? കിട്ടൂല. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ പാർട്ണേഴ്സ് ലോൺ അറ്റ് 6%. ഇതാണ് കിട്ടുക. ഇത് ലാഭമാണെങ്കിൽ നഷ്ടമാണെങ്കിലും കിട്ടും, അഗ്രിമെൻറ്റിൽ പറഞ്ഞാലും കിട്ടും, പറഞ്ഞില്ലെങ്കിലും കിട്ടും. കമ്മീഷൻ എന്താവില്ല? കിട്ടൂല. അടുത്ത ചോദ്യം,
അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ, അതായത് നമ്മൾ പറഞ്ഞ ഇതിൽ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് റിലേറ്റിംഗ് ടു പാർട്ണറിൻ്റെ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എവിടെയാണ് രേഖപ്പെടുത്തുക? നമ്മൾ റിപ്പീറ്റ് അടിക്കുന്നില്ല, കറണ്ട് അക്കൗണ്ടിലാണ് എന്താക്കുക രേഖപ്പെടുത്തുക. അടുത്തത് ഡാഷ് ഷോസ് ഹൗ ദ പ്രോഫിറ്റ് ലോസ് ആർ അപ്രോപ്രിയേറ്റ് ഡിസ്ട്രിബ്യൂട്ട് അമംഗ് ദ പാർട്ണേഴ്സ്. പാർട്ണേഴ്സിൻ്റെ ഇടയിൽ ലാഭം എങ്ങനെയാണ് വിഹിതം വെക്കുക എന്ന് താഴെ പറയുന്ന ഏതൊരു അക്കൗണ്ട് കാണിക്കുന്നുണ്ട്. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കൂല, കറണ്ട് അക്കൗണ്ട് കാണിക്കൂല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കേട്ടോ, അത് മാറിപ്പോരുതേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പാർട്ണേഴ്സിൻ്റെ ഇടയിലുള്ള കാണിക്കൂല, ബിസിനസ്സിൻ്റെ കാണിക്കുള്ളൂ കേട്ടോ. അടുത്തത് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ണേഴ്സിൻ്റെ കമ്മീഷൻ ക്രെഡിറ്റഡ്, പാർട്ണേഴ്സിൻ്റെ കമ്മീഷൻ എന്താക്കും? ക്രെഡിറ്റ് ചെയ്യും. അതായത് അത് ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണോ ചേർക്കുക, കറണ്ട് അക്കൗണ്ടിലേക്കാണോ ചേർക്കുക? നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ എവിടെയാണ് ചേർക്കുക? കറണ്ട് അക്കൗണ്ടിലേക്കാണ് ചേർക്കുക. ഓക്കെ. ഇനി വേറെ സാധനം, പാർട്ണേഴ്സിൻ്റെ കമ്മീഷൻ ഈസ് ക്രെഡിറ്റഡ് ടു. പാർട്ണേഴ്സിൻ്റെ കമ്മീഷൻ അത് നമ്മൾ പറയുന്നില്ല, അപ്പോൾ പറഞ്ഞ അതേ സാധനം തന്നെയാണ്. ഓക്കെ. ഇനി നമ്മൾ അണ്ടർ ഫിക്സഡ്, ഇതും സെയിം ചോദ്യം തന്നെയാണ്. ഇത് ഇവിടെ ഒരു ചോദ്യം എന്താക്കിയിട്ടുണ്ട്, വീണ്ടും ആവർത്തിച്ച് വന്നിട്ടുണ്ട്. 28,000 രൂപ നഷ്ടം വന്നു. അപ്പോൾ ഇതിൽ ഏതാണ് താഴെ പറയുന്നതിൽ ഏതാണ് കിട്ടുക? നമ്മൾ പറഞ്ഞ സാധനമാണ്. ഓക്കെ. ഇനി നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് അടുത്തത് നമ്മൾ പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇത് നമ്മൾ ഫസ്റ്റ് കണക്കായതുകൊണ്ട് നമുക്ക് എന്താക്കാം വിശാലമായിട്ട് തന്നെ ചെയ്യട്ടോ. നോക്കാം. 1100 അയാൾ പിൻവലിക്കുന്നത്. ഇത് അങ്ങനെയാണ് നോക്കി വെക്കുക. 1100 പിൻവലിക്കുന്നു. ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്, എല്ലാ മാസത്തിൻ്റെ തുടക്കത്തിലാണ് പിൻവലിക്കുന്നത്. 10 പെർസെൻറ്റേജ്. അപ്പോൾ നോക്കട്ടോ. നോക്കുക. 1100 ഇൻറ്റു 12. 1100 ഇൻറ്റു 12, 13,200. ഇതാണ് ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞ സാധനം. നമ്മൾ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്? ടോട്ടൽ എമൗണ്ട് വിഡ്രോൺ ഇൻറ്റു ഇൻട്രസ്റ്റ് ഇൻറ്റു 6.5/12. ഇത് മാസത്തിൻ്റെ തുടക്കത്തിലായതുകൊണ്ടാണ് നമ്മൾ 6.5 പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ 6.5 ആണ് എന്താ പറയുന്നത് എടുക്കുന്നത് കേട്ടോ. ഓക്കെ. ഇനി നോക്കാം. അപ്പോൾ ഇവിടെ ടോട്ടൽ എമൗണ്ട് എങ്ങനെയാണ് കാണുക? അയാൾ എത്രയാണോ പിൻവലിക്കുന്നത് ഇൻറ്റു 12 മാസത്തിലല്ലേ മുമ്പ് പിൻവലിക്കുക. അപ്പോൾ ഇവിടെ കിട്ടിയത് 13,200 നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന്. ചോദ്യത്തിലില്ലേ നോക്ക്, ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ലേ? ഇതാ 10% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ 10/100 ഇൻറ്റു 6.5/12. മാസത്തിൻ്റെ തുടക്കത്തിലായതുകൊണ്ടാണ് 6.5/12. ഈ 12 ടോട്ടൽ മന്താണ് കേട്ടോ. അപ്പോൾ 13,200 ഇൻറ്റു 10/100 ഇൻറ്റു 6.5/12 715. ഈ 715 അവന് കിട്ടാനുള്ള അവൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് എന്ന് പറഞ്ഞത് എത്രയാണ്? 715. അടുത്ത ചോദ്യം, ഹൗ വിൽ യു ട്രീറ്റ്? എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? താഴെ പറയുന്ന ഈ രണ്ട് സാധനത്തെ എപ്പം ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാമെന്ന ചോദ്യം. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പാർട്ണർഷിപ്പിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈക്വലായിട്ടാണ് എന്താ ഷെയർ ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. അടുത്ത ചോദ്യം, ലിസ്റ്റ് ഔട്ട് any 4 items appearing in the credit side of partners capital account when capitals are ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അറിയാലോ. എല്ലാം കൂടെ, അതായത് ഫിക്സഡും കറൻറ്റും കൂടെ രണ്ടും കൂടെ ഒരുമിപ്പിച്ചിട്ടുള്ളതിനാണ് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയാം. ആ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്രെഡിറ്റ് ഭാഗത്ത് വരുന്ന സാധനങ്ങൾ അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഇതാണ് ക്രെഡിറ്റ് ഭാഗത്ത്. ഇത് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് കേട്ടോ. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെ ട്രിക്ക് അനുസരിച്ച് എങ്ങനെ ക്യാപിറ്റലിനെ കൂട്ടുന്ന എല്ലാ സാധനവും ഇവിടെ, കുറയുന്ന എല്ലാ സാധനവും ഇവിടെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ നേരെ ഓപ്പോസിറ്റ് ആട്ടോ, ഒന്നുകൂടെ മനസ്സിലാക്കി വെക്കുക. പാർട്ണേഴ്സിനെ ക്യാപിറ്റൽ കൂട്ടുന്ന എല്ലാ സാധനം ഇവിടെ, കുറക്കുന്ന എല്ലാ സാധനം ഇവിടെ. കൂട്ടുന്ന ഒരു സാധനം ഒന്ന് നമുക്ക് ബാലൻസ് തന്നെ ആയിക്കോട്ടെ. ഫസ്റ്റ് ബാലൻസ് അവിടെ ഉണ്ടാവും, പിന്നെ സാലറി ഉണ്ടാവും, പിന്നെ കമ്മീഷൻ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടാവും. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ എവിടെയാണ് വരിക? ക്രെഡിറ്റ് ഭാഗത്താണ് വരിക. 4 items ആണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്താക്കിയിട്ടുണ്ട്? 5 items ആണ് പറഞ്ഞിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ റിസർവ്, പ്രോഫിറ്റ്, അതൊക്കെ എന്താണ്? പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ എന്താണ്? അവിടെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അതിലുള്ളത്. അടുത്ത ചോദ്യം, സാബിർ പാർട്ണറാണ്. 3000 രൂപ എന്താവുന്നുണ്ട്? പിൻവലിക്കുന്നുണ്ട്. ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത്
കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് 10%. അപ്പോൾ നോക്കുക 3000 ഇൻറ്റു 12 36,000. ഇതാണ് എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് വിഡ്രോൺ എന്ന് പറഞ്ഞത്. ടോട്ടൽ എമൗണ്ട് വിഡ്രോൺ ഇൻറ്റു ഇൻട്രസ്റ്റ് ഇവിടെ 100 ഇൻറ്റു ബിഗിന്നിങ് അല്ലേ, ബിഗിന്നിങ് എന്ന് പറഞ്ഞാൽ തുടക്കം എന്നാണ് അർത്ഥം. അപ്പോൾ 6.5/12 36,000 ഇൻറ്റു 10/100 ഇൻറ്റു 6.5/12 1950 ഉത്തരം വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യം. റൈറ്റ് ദ പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ താഴെ പറയുന്നതിന് എങ്ങനെയാണ് ചെയ്യുക? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആയിരിക്കും. ഇൻട്രസ്റ്റ് ഓൺ ലോൺ മേൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും 6% ഉണ്ടാവും. എപ്പോഴും ഓർമ്മിച്ച് വെക്കണം കേട്ടോ അത്. അടുത്ത ലിസ്റ്റ് ഔട്ട് any 4 കണ്ടൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. നമ്മൾ പറയുന്നില്ല, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ചോദ്യം, രഞ്ജിത്ത് ഈസ് എ പാർട്ണർ. ഇത് നമ്മൾ എന്ത് കണ്ടുപിടിക്കാനുള്ളതെന്നറിയോ? കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാനുള്ളതാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നോക്കാം, 1/1/2017 2,22,000. നോക്കാം, രഞ്ജിത്തിൻ്റെ കേട്ടോ 1/1/2017 2,20,000. 1/1/2017 2,20,000 ഉണ്ട്. 6% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. 6% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ അതും നമ്മൾ രേഖപ്പെടുത്തി. അടുത്തത്, രഞ്ജിത്ത് ഇൻട്രൊഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ 80,000 1/2017 1/2017 80,000 വീണ്ടും കൊണ്ടുവന്നു നമ്മുടെ ബിസിനസ്സിലേക്ക്. ഇനി 1/10 50,000 എന്താക്കി ഓൻ പിൻവലിച്ചു. 1/10 50,000 എന്താക്കി ഓൻ വിഡ്രോ ചെയ്തു എന്നാണ് പറഞ്ഞത്. വിഡ്രോ ചെയ്തു. ഇതിൽ നിന്ന് എന്താക്കണം? നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടെത്തണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആദ്യം 2 വഴിയുണ്ട്, പക്ഷേ നമ്മൾ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഏത് വഴി വേണമെങ്കിലും എന്താക്കി ആക്സെപ്റ്റ് ചെയ്യട്ടോ. ഇവിടെ നോക്കുക, ഈ 2,20,000 നമ്മളെ കയ്യിൽ എത്ര മാസം ഉണ്ട് നോക്ക്. 1/7 മുതൽ നമ്മളെ കയ്യിൽ 3 ലക്ഷമായി. അപ്പോൾ 1/7 വരെ നമ്മളെ കയ്യിൽ എത്രയുള്ളത്? 2,20,000 ഉള്ളത്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ എപ്പോഴാണ് വർഷം അവസാനിക്കുന്നത് എന്നുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഡിസംബർ 31 അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിസംബർ 31 എന്താണത്? വർഷം അവസാനിക്കണം. അത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അത് എന്തിനാണെന്നുള്ള വെച്ചാൽ നമ്മൾ മാസം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 1/1 കൊണ്ടുവന്ന് നമ്മൾ ബാലൻസ് ഉണ്ട്. അത് 1/7 വരെ നമ്മളെ കയ്യിൽ എത്രയാണ്? 2,20,000. അപ്പം 6 മാസം നമ്മളെ കയ്യിൽ എത്ര ഉണ്ട്? 2,20,000 ഉണ്ട്. അപ്പോൾ 2,20,000 ഇൻറ്റു 6/12 ഇത് മാസമാണ് കേട്ടോ. എത്ര മാസം നമ്മുടെ കയ്യിൽ 2,20,000 നിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഈ 6ാമത്തെ മാസം കഴിഞ്ഞ് 7ാമത്തെ മാസം മുതൽ ഈ 2,20,000 അയാൾ കൊണ്ടുവന്ന 80,000 കൂട്ടി 3 ലക്ഷമാണ് പിന്നീട് അങ്ങോട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ 2,20,000 തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇനി 6/100. ഈ 6/100 എന്താണെന്ന് മനസ്സിലായല്ലോ? ഇത് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പം നോക്കാം, 2,20,000 ഇൻറ്റു 6/12 ഇൻറ്റു 6/100 സമം 6,600. ഇനി അടുത്ത് നോക്കാം. ഇനി 1/7 മുതൽ നമ്മളെ കയ്യിൽ 3 ലക്ഷമാണുള്ളത്. അയാൾ 80,000 കൊണ്ടുവന്നു, പഴയ 2,20,000. അപ്പോൾ 3 ലക്ഷം ഇൻറ്റു 6/100. ഈ 6/100 എന്താണ്? നമ്മുടെ ഇൻട്രസ്റ്റിൻ്റെ 6/100. ഇനി ഇത് എത്ര മാസം നമ്മുടെ കയ്യിൽ അതുണ്ട് നോക്കണം. കാരണം എന്താണെന്നറിയോ? ഈ 10ാമത്തെ മാസം അയാൾ 50,000 പിൻവലിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ലക്ഷം എന്ന് പറഞ്ഞ സാധനം ആ വർഷം മൊത്തം നമ്മുടെ കയ്യിലില്ല. കാരണം 10ാമത്തെ മാസം ഇപ്പോൾ 50,000 പിൻവലിക്കല്ലേ. അപ്പോൾ 7ാമത്തെ മാസം, 8ാമത്തെ മാസം, 9ാമത്തെ മാസം, 10ാമത്തെ മാസം 1-ാം തീയതി അയാൾ പിൻവലിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്ര മാത്രമേ വരുന്നുള്ളൂ? 3 മാത്രമേ വരുന്നുള്ളൂ. 3 മാസം മാത്രമേ എന്താണെന്നുള്ളൂ വരുന്നുള്ളൂ. അപ്പോൾ നോക്കുക, 3 ലക്ഷം ഇൻറ്റു 6/100 ഇൻറ്റു 3/12 4,500 അതായത് വരുന്നത്. അങ്ങനെ എന്തായി? 10ാമത്തെ മാസമായി. 10ാമത്തെ മാസം അയാൾ എന്താക്കി? 50,000 പിൻവലിച്ചു. ഇനി നമ്മുടെ കയ്യിൽ എത്രയുള്ളത്? 2,50,000 ഉള്ളൂ. ഈ 3 ലക്ഷത്തിൽ നിന്ന് എന്താക്കി? അയാൾ 50,000 പിൻവലിച്ച് കഴിഞ്ഞാൽ 2,50,000 പിന്നെന്താണെന്നുള്ളൂ നമ്മളെ കയ്യിലുള്ളൂ. ഇൻറ്റു
100. ഇത് ഇൻട്രസ്റ്റിൻ്റെ 6/100 ഇനി നമ്മൾ മാസത്തിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യണം. മാസത്തിന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഡിസംബർ 31 അവസാനിക്കുന്നത്. പത്താമത്തെ മാസം 1 തീയതിയാണ് നമ്മുടെ കയ്യിൽ 2,50,000 ആവുന്നത്. അപ്പോൾ ഈ 2,50,000 പത്താമത്തെ മാസം, 11ാമത്തെ മാസം, 12ാമത്തെ മാസം. 12ാമത്തെ മാസം കഴിഞ്ഞ് ഡിസംബർ ആയില്ലേ? ഓക്കെ, അപ്പം അത് 3/12. ഇപ്പോൾ 2,50,000 ഇൻറ്റു 6/100 ഇൻറ്റു 3/12 സമം 3,750. ഇത് മൂന്നും കൂടെ എന്താക്കി കൂട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് നമുക്ക് എന്താവും കിട്ടും. 4,500 പ്ലസ് 6,600 14,850 ഉത്തരം വരുന്നത്. 14,850. പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ, എന്നാലേ എന്താ ഉള്ളത് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. വാട്ട് ആർ ദ 2 മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ണേഴ്സ്? 2 മെത്തേഡുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഫിക്സഡ് മെത്തേഡും പിന്നെ ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. ഗിവ് എനി 4 ഡിഫറൻസസ് നമ്മൾ പറയുന്നില്ല, നമ്മൾ തുടക്കത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം, മിസ്റ്റർ രാജീവ് പാർട്ണറാണ്. അയാൾ 2,000 റുപ്യ എന്താക്കുന്നുണ്ട്? പിൻവലിക്കുന്നുണ്ട് എവരി മന്ത്, എല്ലാ മാസവും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് കാണണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് എത്രയാണ്? 8% 2 കേസിൽ കാണണം, ബിഗിന്നിങ്ങിലും എൻഡിങ്ങിലും. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം കണ്ടാൽ മതി. 2,000 ഇൻറ്റു 12 സമം 24,000. 24,000 ഇൻറ്റു 8% ഇൻട്രസ്റ്റ് പറഞ്ഞത് 8/100 ഇൻറ്റു ബിഗിന്നിങ് ആണെങ്കിൽ 6.5/12. ഇനി നമ്മൾ എൻഡ് ആണെങ്കിൽ 24,000 ഇൻറ്റു 8/100 ഇൻറ്റു 5.5/12. ഓക്കെ, ഇതാണ് അതിൻ്റെ ഉത്തരം വരിക. ഉത്തരം മീൻസ് നിങ്ങൾ കണ്ടെത്തണം കേട്ടോ, നമ്മളെന്താക്കുന്നില്ല, ടൈം കളയുന്നില്ല. വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകണ്ടെന്ന് വെച്ചിട്ടാട്ടോ. അടുത്ത ചോദ്യം, ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ എന്താക്കാനും മറ്റുള്ളത് എന്താക്കാനും നമ്മളോട് ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഷെയറിംഗ് പ്രോഫിറ്റ് ലോസസ്, പാർട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നോ, ഉണ്ടാവില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫ്രം പാർട്ണർ ഉണ്ടാകും 6%. ഓക്കെ, റെമ്യൂണറേഷൻ ടു പാർട്ണേഴ്സ് നോ, ഉണ്ടാവില്ല. ഓക്കെ, സാലറി, കമ്മീഷൻ അങ്ങനത്തെ സാധനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് അഖിൽ എ പാർട്ണർ ഇൻ എ ഫേം. ഇവിടെ പിന്നെ ലാസ്റ്റും ബിഗിന്നിങ്ങും സംഭവം എന്നല്ല, ഒരു ചങ്ങായി അവന് തോന്നിയ രൂപത്തിൽ എന്താവുകയാണ്? പൈസ പിൻവലിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കണക്ക് എങ്ങനെയാണ് കാണാം? ഈ കണക്ക് നമ്മൾ കാണുന്നത് സാധാരണ പ്രൊഡക്റ്റ് മെത്തേഡിലാണ്. പ്രൊഡക്റ്റ് മെത്തേഡിൽ എങ്ങനെ കാണാമെന്നുള്ളത് നോക്കാം. പ്രൊഡക്റ്റ് മെത്തേഡിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. സം ഓഫ് പ്രോഡക്റ്റ് ഇൻറ്റു ഇൻട്രസ്റ്റ് ഇൻറ്റു 1/12. ഇങ്ങനെയാണ് എന്താവുന്നത് ഇക്വേഷൻ വരുന്നത്. സം ഓഫ് പ്രൊഡക്റ്റ് ഇൻറ്റു ഇൻട്രസ്റ്റ് ഇൻറ്റു 1/12. അപ്പോൾ നമ്മൾ എന്താക്കണം? ഈ സം ഓഫ് പ്രൊഡക്റ്റ് ആദ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മളിതവിടെ ഒരു ഡേറ്റ്, ഒരു എമൗണ്ട്, പിന്നെ ഇവിടെ ഒരു പീരീഡ്, പിന്നെ അത് നമ്മളിവിടെ ഒരു പ്രൊഡക്റ്റ്, ഇത്രയും സാധനങ്ങൾ എന്താക്കണം? നമ്മളിവിടെ കണ്ടെത്തണം. അപ്പോൾ ഡേറ്റ് എന്താക്കിയിട്ടുണ്ട്? ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഏത് ഡേറ്റിലാണ്? ഏപ്രിൽ 30 7,000. ഏപ്രിൽ 30 7,000. പിന്നെ സെപ്റ്റംബർ 30 4,000. ഡിസംബർ 1 5,000. ഓക്കെ, ഇനി നിങ്ങൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇത് എപ്പോഴാണ്, വർഷം എപ്പോഴാണ് അവസാനിക്കുന്നത് എന്താക്കണം? നല്ലോണം നോക്കി വെക്കണം. ഇവിടെ വർഷം അവസാനിക്കുന്നത് മാർച്ചിലാണ് കേട്ടോ. മാർച്ച് 31. മാർച്ചിലാണ് എന്താവുന്നത്? വർഷം അവസാനിക്കുന്നത്. അത് നമ്മൾ നോട്ട് ചെയ്യുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. നോക്കട്ടോ, ഏപ്രിൽ 30 പിൻവലിച്ചത്. അപ്പോൾ ഏപ്രിൽ കൂട്ടണ്ട. ഇനി എത്ര മാസം, ഈ വർഷം പൂർത്തിയാവാൻ ഇനി എത്ര മാസം അവിടെ ഉണ്ട് നോക്കുക. ഏപ്രിൽ 30 ഏപ്രിൽ പരിഗണിക്കില്ല, ഏപ്രിൽക്ക് ശേഷമുള്ള സാധനമാണ്. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 11 മാസമുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. സെപ്റ്റംബർ 30 അല്ലേ? അപ്പോൾ ഇനി സെപ്റ്റംബർ പരിഗണിക്കില്ല. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 6 മാസം. അടുത്ത ഡിസംബർ 1. അപ്പോൾ ഡിസംബർ പരിഗണിക്കും, കാരണം 1 തീയതിയാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 4 മാസം. ഇനി സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യണം. 7,000 ഇൻറ്റു 11 സമം 77,000. 4,000 ഇൻറ്റു 6 സമം 24,000. 5,000 ഇൻറ്റു 4 സമം 20,000. ഓക്കെ, എന്നിട്ട് ഇതെന്താക്കണം? ടോട്ടൽ ചെയ്യണം. ഇത് ഓരോന്നും പ്രൊഡക്റ്റാണ്, ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാലാണ് സം ഓഫ് പ്രൊഡക്റ്റ് കിട്ടുക.
20, 24, 44, 77, 121,000. ഇതാണ് സം ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ഇക്വേഷൻ എന്താക്കണം, നമ്മൾ അപ്ലൈ ചെയ്യുക. സം ഓഫ് പ്രൊഡക്റ്റ് 1,21,000 ഇൻറ്റു ഇൻട്രസ്റ്റ് എത്രയാണ് പറഞ്ഞിട്ടില്ലേ, ഇൻട്രസ്റ്റ് നോക്കുക എത്രയാണ്, 8%. ഓക്കെ, 8% ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. 1,21,000 ഇൻറ്റു 8/100 ഇൻറ്റു 1/12 നോക്കാം. 121,000 ഇൻറ്റു 8/100 ഇൻറ്റു 1/12 806.6. ഇതാണ് എന്താവുന്നത് ഉത്തരം വരുന്നത്. ഇതാണ് പ്രൊഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് നമ്മൾ എന്താവുക സാധനം കാണുക എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ കണക്കുകൾ നിങ്ങൾ ചെയ്യാൻ കേട്ടോ, അത് കണ്ടാൽ മാത്രം പോരാ, എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്ത ചോദ്യം. പിന്നെ സന്തോഷും സുരേഷും പാർട്ണർമാരാണ്. അവരെ ഓക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ഓക്കെ.